Hello guys, welcome back to AJS Samurai. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാരുതി പരിപാടിയെല്ലാം അത്യാവശ്യ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതുപോലെ ഞാൻ ഈ സാധനം എന്തൊക്കെ സാധനമാണ് മാറിയേക്കുന്നതെന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പം അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പം ഞാൻ വീഡിയോയിലോട്ട് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം പരിപാടിയെല്ലാം ചെയ്തു, അടിപൊളിയാക്കി, വണ്ടി നീറ്റാക്കി, സസ്പെൻഷന്റെ കാര്യമെല്ലാം അടിപൊളിയാക്കി. ഇനി അലൈൻമെന്റും കൂടെ ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് എന്നൊക്കെ സാധനം മാറിയെന്ന് പറഞ്ഞ് കാണിച്ചു തരാം. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? പിന്നെ കുറച്ച് ടൈലൊക്കെ എടുത്തായിരുന്നു. ടൈലിട്ട അതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് പോയി കാണുക. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഉണ്ടോ, നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഗൈസ്, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? എന്തെങ്കിലും സാധനം ഉണങ്ങാനോ, ഇത് പുളിയാണ് ഇട്ടേക്കുന്നത്. എന്തെങ്കിലും സാധനം ഉണങ്ങാനോ, തുണി ഉണങ്ങാൻ ഇടുന്നത് നമ്മുടെ കാറിൽ തന്നെയാണ്. തുണിയൊക്കെ ഉണങ്ങാൻ ഇടുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ എന്ന് അറിയണം ഗൈസ്. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മാറിയിരിക്കുന്നത്. മെയിനായിട്ടും ഇതിൻ്റെ അകത്ത് ഞാൻ മാറിയിട്ടുള്ളത് ഇതാണ്. ഈ 1,00,000 കിലോമീറ്റർ കഴിഞ്ഞതിൻ്റെ, അതായത് ഈ ടൈമിംഗ് ബെൽറ്റ് ഞാൻ മാറി വിട്ടിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും പൊട്ടാന്നുള്ള രീതിയിലാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ സാധനങ്ങളെല്ലാം ഉടനെ മാറ്റി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗിയർ സെലക്ടറിൻ്റെ അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു, അതെല്ലാം മാറി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തെ കാര്യങ്ങൾ, ഗിയറിൻ്റെ അവിടെ വരുന്ന ബുഷും കാര്യങ്ങളൊക്കെയാണ്, ബുഷും ഓയിൽ സീലും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു ഓയിൽ സീലാണ് ഇത്. അപ്പോൾ ആ ഓയിൽ സീലും എല്ലാം കാര്യങ്ങളും എല്ലാം മാറി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റിൻ്റെ ഡ്രൈ ഷാഫ്റ്റിൻ്റെ ബൂട്ടാണ് 2 വരുന്നത്, അതും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ മാറിയിട്ടുണ്ട്. ഇത് 2 ക്യാൻ ഇരിക്കുന്നുണ്ടോ? ഈ 2 ക്യാൻ എന്നാന്ന് വെച്ചാൽ ഇതൊന്ന് ഗിയർ ഓയിലും ഒന്ന് മറ്റേ എൻജിൻ ഓയിലുമാണ്. ഇത് രണ്ടും നമ്മൾ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ചെറിയൊരു അലപ്പുണ്ടായിരുന്നു, അപ്പോൾ ഈ ഒരു റോഡ് മാറി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കാലിബറിൻ്റെ ഇത് 4 ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. 4 മാറിയായിരുന്നു, 1 കണ്ടില്ല, അതുകൊണ്ട് എടുത്ത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ 4 കാലിബറിൻ്റെ പിന്നും മാറിയായിരുന്നു. അതുപോലെ തന്നെ ഇതാണ് ഡ്രൈ ഷാഫ്റ്റിൻ്റെ അവിടെ വരുന്ന ഒരു ഓയിൽ സീലാണത്. ഡ്രൈ ഷാഫ്റ്റിൻ്റെ അവിടെ വരുന്ന ഓയിൽ സീലാണ്. പിന്നെ നമ്മൾ ഇടത് സൈഡിലുള്ള ഒരു ഡ്രൈ ഷാഫ്റ്റ് മാറിയായിരുന്നു. ബ്രേക്ക് പാഡ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോട്ടർ 2 മാറിയിട്ടുണ്ട്, ഡിസ്ക് എന്നൊക്കെ പറയും, അത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് റൈറ്റ് സൈഡിലുള്ളത് മാറിയിട്ടുണ്ട്, എൻഡും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോറാം മാറിയിട്ടുണ്ട്, റൈറ്റ് സൈഡ്. പിന്നെ ആ സാധനം ഞാൻ നേരത്തെ തന്നെ മാറിയ സാധനമാണ്, അത് ഞാൻ വീഡിയോയിൽ ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട് ഒരു സാധനം. അപ്പോൾ 2-3 പേര് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സാധനം എന്നാന്ന് പറഞ്ഞ്. നമ്മുടെ മാരുതി എണ്ണൂറിൻ്റെ ഗിയർ ബോക്സിൻ്റെ അവിടെ വരുന്നത് മറ്റേ മൗണ്ടാണ് വരുന്നത്. ഗിയർ ബോക്സിൻ്റെ അവിടെ വരുന്നത് ഗിയർ ബോക്സ് മൗണ്ടാണത്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഷോർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മളിത് എല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ ബമ്പർ പിടിപ്പിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു AC-യുടെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതുണ്ടോ, ഈ ഒരു ഭാഗത്ത് ലീക്കൊക്കെ നോക്കാനുണ്ട്. പ്രഷർ അടിച്ച് നോക്കുമ്പോഴത്തേനും ഈ ഒരു ഭാഗത്ത് ലീക്ക് നോക്കാനുണ്ട്. ചെറുതായിട്ടൊന്നും പിഞ്ചൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് AC ഒന്ന് ഗ്യാസ് നിറച്ച് നോക്കാം. വേറെ വലിയ വിഷം വരികയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആ ഒരു പൈപ്പ് മാറ്റി കയറ്റേണ്ടി വരും. അപ്പം അത്യാവശ്യം ഈ വയർ മറ്റേ ആ ഫ്രണ്ടിൽ ഗ്രിൽ ലൈറ്റിൻ്റെയാണ്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഗൈസ്, നമ്മുടെ ബോണറ്റ് തുറന്ന് നോക്കാം. ഓക്കെ, ബോണറ്റ് തുറന്ന് നോക്കുമ്പോൾ എന്നതാണെന്ന് അറിയാമോ? കണ്ടോ എങ്ങനെയുണ്ട്? നമ്മുടെ എൻജിൻ റൂം എന്നുണ്ട്. അത്രയ്ക്ക് സെറ്റപ്പൊന്നുമില്ല, എന്നാലും ഒരു മിനിറ്റ്. അയ്യോ, ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഓക്കെ സെറ്റ് ചെയ്ത്. കണ്ടോ ഗൈസ്, നമ്മുടെ എൻജിൻ റൂമാണത്. ഏനാണ് ഇങ്ങനെയൊന്നും അല്ലായിരിക്കും നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചിറക്കുമ്പോൾ, ഇങ്ങനെയൊന്നും അല്ലായിരിക്കും ഗൈസ്. നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പുതുപുത്തം പോലെയൊക്കെ ആക്കി എടുക്കണം. AC-യുടെ സംഭവം എല്ലാം കേട്ടിട്ടുണ്ട്. ഇതുണ്ടോ, AC-യുടെ ഈ ഫിൽറ്ററും എല്ലാം പുതിയതാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, ഡ്രയർ. അപ്പം നമ്മൾ ഈ ഒരു ബോൾട്ട് നമുക്ക് മുറുക്കാനുണ്ട്. ഈ മുറുക്കാനുള്ള അഡ്ജസ്റ്റബിൾ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കടയിൽ തന്നെ പോയിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയ്ത് സെറ്റ് ചെയ്ത് പ്രഷർ അടിച്ച് വാക്കം ചെയ്ത്
നമുക്ക് ഗ്യാസ് കയറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാനിതുണ്ട് ചെറിയൊരു മിനിക്കുരുപാടി കാണിച്ചു മാരുതിയിൽ നിന്ന് ഇപ്പം തെറി വന്നാലും വയൽ മാരുതി എന്ന് പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആമറോണിൻ്റെ നമ്മുടെ ആ ബാറ്ററിയുടെ കളറും ഇതും സെയിം അല്ലേ എന്നോട്. അപ്പം നമ്മളത് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ വണ്ടി കിട്ടി ഏകദേശം ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മാരുതി 800ൻ്റെ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഭയങ്കര മിസ്സിങ് എന്ന് വെച്ചാൽ നമ്മൾ സ്ലോ സ്പീഡ് നിൽക്കുന്നില്ല ഇപ്പം. അതെന്ന് വെച്ചാൽ കാരണം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു സാധനമൊക്കെ മാറിവിടാനുണ്ട്. അതൊക്കെ എനിക്കറിയാമെന്ന് മാറിവിടണം. അതുപോലെ തന്നെ നമ്മൾ 1 മാസത്തോളം റെസ്റ്റായിരുന്നു വണ്ടി. നമ്മൾ ഈ സാധനങ്ങളെല്ലാം പണിയാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പിൽ റെസ്റ്റൊക്കെ ആക്കി ഇട്ടേക്കുമായിരുന്നു, വണ്ടിയൊക്കെ അഴിച്ചിട്ടേക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഉള്ള ഒരു ചെറിയൊരു മിസ്സിങ് ഒക്കെ ഉണ്ട്. അതും ഹീറ്റ് ആകുമ്പോഴത്തേനും മാറിക്കോളും, കുഴപ്പമൊന്നുമില്ല. നല്ല മൈലേജ് ഉണ്ട് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് കാർബറേറ്റർ തൊടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ വണ്ടി കാർബറേറ്ററാണ് കാണിച്ചത്. നമ്മുടെ വണ്ടി കാർബറേറ്റർ ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നമുക്ക് കാർബറേറ്റർ ആയതുകൊണ്ട് നമുക്ക് ഏത് വഴിയിൽ നിന്നാലും നമുക്ക് എടുത്തുകൊണ്ട് പോരാം. അല്ലാതെ ECM QCM എന്നുള്ള സാധനങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇത് സർക്കാർ എപ്പം ബാൻ ചെയ്യുമെന്ന് പറയാൻ പറ്റുകയില്ല. നമ്മുടെ നല്ല വണ്ടി ആയതുകൊണ്ട് നമുക്ക് റീടെസ്റ്റ് ചെയ്ത് കിട്ടുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. റീടെസ്റ്റിന് അടുത്ത വർഷമാണ്. അപ്പം നമുക്ക് സെറ്റപ്പ് എല്ലാം ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് പെയിൻറ്റിങ് ഒക്കെ ചെയ്യാനുണ്ട്. ഇതുണ്ടോ ഗൈസ്, പെയിൻറ്റിങ് ഒക്കെ മോശമാണ്, മൊത്തം മോശമാണ് പെയിൻറ്റിങ്. ഇതുണ്ടോ ഈ അടുത്തോട്ട് വരുമ്പോൾ ഇതുണ്ടോ കുത്ത് പുറമേ നിന്ന് നോക്കുമ്പോൾ അടിപൊളിയാണ്. അതുകൊണ്ടോ ഇതൊക്കെ അടിപൊളിയാണ്, സെറ്റപ്പാണ്, പൊളപ്പൻ സാധനമാണ്. പക്ഷേ ഇതിൻ്റെ അടുത്തോട്ട് വരുമ്പം ഇതുണ്ടോ കുത്തു പാട്. ഇത് എന്നാ വെച്ചാൽ ഈ കല്ലടിക്കുന്നതാണ് മെയിനായിട്ട് ഈ കല്ലൊക്കെ അടിക്കുന്നതും പിന്നെ ഈ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതുണ്ടോ ഇതൊരു കൈ പിടിക്കുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെയാണ് ഇതും. പിന്നെ ഇതുണ്ടോ ഇത് പെട്രോളിൻ്റെ ഭാഗം ആയതുകൊണ്ട് ഇവിടെ ചെറിയൊരു ഉരച്ചിലുണ്ട് ഗൈസ്. ഇത് ഞാൻ ഉരച്ചതൊന്നുമല്ല, ഇത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഈ സ്റ്റിക്കർ നമ്മൾ രണ്ടാമത് ഒട്ടിച്ചാണേ. അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ ഡീസൽ അടിച്ച് വെക്കും അവന്മാർ, അല്ലെങ്കിൽ ശരിയാകില്ല. അതുകൊണ്ട് നമ്മളത് സെറ്റാക്കി ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതുണ്ട്, ഇത് കറുത്ത പാടാണ്. ഇത് കറുവല് പിടിച്ചിരിക്കുക അവിടെ. ഇതെല്ലാം നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടോ ഇതെല്ലാം ഇളകി പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ നമ്മൾ സ്റ്റീറിങ്ങിൻ്റെ ഒരു ഇളക്കം ഉണ്ടായിരുന്നു. വണ്ടി സ്റ്റാർട്ടായി കഴിയുമ്പോഴത്തേനും ഇത് കിടന്ന് കട്ട അത് ഭയങ്കര വൈബ്രേഷനായത്. ഇപ്പം നല്ലപോലെ വൈബ്രേഷൻ കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു സാധനം കണ്ടോ, ഇവിടെയാണ് ആ സാധനം വരുന്നത്. ആ ഒരു ഞാൻ ആദ്യം കാണിച്ച സാധനം ഞാൻ ഈ സ്ക്രീൻഷോട്ടായിട്ട് ഈ ഒരു ഭാഗത്ത് കാണും കേട്ടോ. ആ സാധനം ഇവിടെ, ഈ ഒരു സാധനം ഭയങ്കര ഇളക്കമായിരുന്നു. ഭയങ്കര ഇളക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇളക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ സാധനം എല്ലാം മാറിയപ്പം അത്യാവശ്യം സ്റ്റീറിങ്ങിന് ശകലം പിടുത്തവും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓടിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ താഴെ വരെ ഓടിച്ചുള്ളൂ. അതായത് ഈ ഒരു ഇറക്കം വിട്ട് താഴോട്ട് ഓടിച്ച് നോക്കിയതുള്ളൂ. അങ്ങോട്ട് അവിടം വരെ താഴെ വരെ പോയി നോക്കിയതുള്ളൂ. പക്ഷേ വണ്ടി അടിപൊളിയായിട്ട്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും നമുക്കിപ്പം ഇതുണ്ടോ, ആൻറ്റിന കണ്ടോ എന്നുണ്ട് അങ്ങ് പൊങ്ങിയിരിപ്പുണ്ട് പപ്പനായിട്ട്. അപ്പോൾ അതുപോലെ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് അടുത്തടുത്ത വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വണക്കം.